എൻ്റെ പേര് അനിറ്റ. ഞാൻ കൃപാസന മാതാവിനെ അറിയണത് 2019 എനിക്കൊരു ചേച്ചി കൃപാസനം പത്രം തന്നിട്ടാണ് ഞാൻ അറിയണത്. എൻ്റെ സാക്ഷി എന്ന് പറയണത് 7 വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എൻ്റെ അമ്മ, ഞാൻ മുഖേന അമ്മ കൃപാസനത്തെ അറിഞ്ഞ് അമ്മ ഉടമ്പടി എടുത്തതാണ്. ഞാൻ NRI ഉടമ്പടി എടുത്തതായിരുന്നു. ഞാൻ മസ്കറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സാക്ഷ്യം വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹോപ്പ് ഇല്ലാണ്ടായി. പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നിർത്തി. അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ കൺസീവ് ആവാണ് ചെയ്തത്. 7 വർഷമായിട്ട് പ്രഗ്നൻ്റ് ആവാണ്ടിരിക്കുമായിരുന്നു. ഫസ്റ്റത്തെ കൺസീവാണിത്. ബേബിക്ക് ഞങ്ങൾ സാറ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൽ അമ്മ ഉടമ്പടി എടുത്തപ്പോൾ അമ്മയ്ക്ക് ആരാധന മധ്യേ ഒരു കുഞ്ഞിനെ നിനക്ക് തരുന്നുണ്ടെന്നും അതുപോലെ തന്നെ സ്വപ്നം കാണിച്ചു. മാതാവും കുഞ്ഞായിട്ടൊരു സ്വപ്നം കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജനുവരിയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തത്. അതുപോലെ ഒക്ടോബറിൽ ജപമാല റാലിയിൽ കഴിഞ്ഞ കൊല്ലം അമ്മ പങ്കെടുക്കുകയും അതിലൊരു പ്രധാന നിയോഗമായിട്ട് എൻ്റെ കാര്യം വെക്കുകയും ചെയ്ത്. ഈ ഒക്ടോബർ ആയപ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ 52 ദിവസമായിട്ടുള്ളൊരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അമ്മയ്ക്ക് 59 വർഷമായിട്ട് എപ്പിലെപ്സിക്ക് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ കൊല്ലം മെഡിസിൻ്റെ ബ്രാൻഡ് മാറി അമ്മ അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു തലകറക്കമൊക്കെ പോലെ വന്നു. അങ്ങനെ ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉടമ്പടി വസ്തുക്കളായ തൈലവും തേനും ഉപ്പും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നു. കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരുന്നു. ഈ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഇതുവരെ അങ്ങനെ ഒരു അസുഖം കാണിക്കുകയോ ചെയ്തിട്ടില്ല. മെഡിസിൻ അതിനു വേണ്ടി കഴിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മാസം എൻ്റെ ഡെലിവറി നടന്നിരിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ കാലിൽ ഒരു വേദന വന്നു. ഇടത് കാലിൽ വേദന വന്നു. 2 ആഴ്ച പിടിച്ചു ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ 3 ദിവസത്തിനുള്ളിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാവും. അമ്മയ്ക്കൊരു സന്ദേശം കിട്ടിയായിരുന്നു. ആ 3 ദിവസത്തിൻ്റെ അകത്ത് അമ്മയ്ക്ക് ഈശോ പീഡ സഹിച്ചതുപോലെ കഠിനമായ വേദനയായിരുന്നു. നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന. ഇതുപോലെ തന്നെ ഞാൻ മസ്കറ്റിലായിരിക്കുന്ന സമയം, ഞാൻ ഡെലിവറിക്ക് 7-ാം മാസം വന്നതാണ്. മസ്കറ്റിലായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അമ്മേനെ എടുത്ത് ഓടണ പോലെ ഒരു സ്വപ്നം കണ്ടു. അപ്പം ഞാൻ വന്ന സമയത്ത് അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടോ? അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഇല്ല, ഒരു വയ്യായി ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ാണ് ഇതുപോലെ ഒരു സംഭവം വീട്ടിൽ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയി. അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തു. MRI സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശാശ്വമ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനാണ്. അതായത് സ്പൈനല്ല, നെർവിൽ ഒരു തടിപ്പാണ്. അതങ്ങനെ നമ്മൾ സർജറി ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോസ്റ്റ് സെപ്സിസ് എന്ന് പറയും കണ്ടീഷൻ ഉണ്ടായി. അങ്ങനെ അവിടെ നമ്മൾ അഡ്മിഷനായി. മെഡിസിനും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാർഡിയാക് അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ICUവിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ കാശുരൂപം ഡ്രസ്സിൻ്റെ ഉള്ളിൽ കുത്തിക്കൊണ്ടാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ മനസ്സിലിങ്ങനെ പറയുകയാണ്, ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ വരാണ്, നീ എന്നെ സാക്ഷ്യപ്പെടുത്തണം, നീ ആ കാശുരൂപം അകത്തല്ല കുത്തി വെക്കേണ്ടത്, നീ പുറത്ത് വെക്കണം, നീ മാതാവിൻ്റെ മകളാന്ന് കാണിക്കണം, വരുന്നവരോട് എല്ലാവരോടും പറയണം. അങ്ങനെ അമ്മ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടും കാശുരൂപം പുറത്ത് കുത്തി വെച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി, ഞാൻ ഉടമ്പടി എടുത്തതാണ്, കൃപാസനത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച നമ്മൾ ECG എക്കോ ഒക്കെ ഡിസ്ചാർജ് ആവുന്ന അന്ന് ECG എക്കോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഒരു സ്ഥലത്ത് ECGയിലും എക്കോയിലും ബ്ലോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അത് ചെക്കും കൂടിയും ചെയ്തതാണ്. അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞത് ഒരു സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച നമ്മൾ റെസ്റ്റ് എടുത്തു. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സ്ഥിരം ഈ 2021 തൊട്ട് അമ്മ പ്രാർത്ഥനയിലാണ്. അതുപോലെ തന്നെ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്ദേശം കിട്ടുകയാണ്, നിനക്കൊരു പുതുഹൃദയം തരുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യണ സമയത്ത് അതിൽ ഒരു ബ്ലോക്ക് പോലും ഇല്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. അത് ഡോക്ടേഴ്സ് കുറേ നേരം ചെക്ക് ചെയ്തു. അവർക്ക് കൺഫേം ആയിട്ട് അവർ വിധി എഴുതി ഇതിൽ ബ്ലോക്ക് ഇല്ല എന്ന്. പിന്നെ അതുപോലെ തന്നെ അപ്പൻ്റെ അനിയന് കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. സ്ഥലം വിറ്റുപോയി ആ കടബാധ്യത മാറുവാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഒരു 1/4 ഭാഗമായി ചുരുങ്ങി കിട്ടിയിട്ടുണ്ട്.
പിന്നെ അതുപോലെ കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്നത്, ഞാൻ മസ്കറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തിരുന്നത് എൻ്റെ ക്ലിനിക്കിലാണ്. അവിടെ വരുന്ന പേഷ്യൻസ് ഒമാനികളും അതുപോലെ തന്നെ മലയാളികൾ വരും, വളരെ ചുരുക്കമാണ്. അതുപോലെ ശ്രീലങ്കക്കാർ, ബംഗ്ലാദേശിക്കാരൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഹിന്ദി കുറവാണ് അറിയണത്. എനിക്കറിയുന്ന ഭാഷയിൽ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ യൂട്യൂബിൽ, എൻ്റെ ഫോണിൽ യൂട്യൂബ് എടുത്ത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ ഓരോ ഹിന്ദിയിലുള്ള പിന്നെ സാക്ഷ്യം, അതുപോലെ തമിഴിലുള്ള സാക്ഷ്യം, ശ്രീലങ്കക്കാർക്ക് മലയാളം മനസ്സിലാവും. അപ്പോൾ അവർക്ക് അതിനുള്ള സാക്ഷ്യം അല്ല ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഏത് പേഷ്യൻ്റാണ് അന്നൊരു ദിവസം വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സാക്ഷി അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരോട് പറയും, ഇങ്ങനെ ടൈപ്പ് ചെയ്യണം, നിങ്ങൾക്ക് ഇത് യൂട്യൂബിൽ കിട്ടും, നിങ്ങളത് പ്രാർത്ഥിക്കണം. ഇതുപോലെ അങ്ങനെ സാക്ഷ്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒമാനികളോട് പറയുമ്പോൾ അവർക്ക് മുസ്ലിംസാണ്, അവർക്ക് അവരുടെ വിശ്വാസത്തിൽ നിന്നിട്ട് പോലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ മേത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ വരെ അവർ അനുവദിക്കാറുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാറുണ്ട്. അതുപോലെ അമ്മയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഒരാൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യും. അത് അമ്മ പ്രാർത്ഥിക്കും, ആർക്കാണോ കൊടുക്കേണ്ടത് അതെൻ്റെ മുന്നിൽ കൊണ്ട് തരണേന്നൊന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എല്ലാ 3 മാസം കൂടുമ്പോൾ അപ്പൻ ഹാർട്ട് പേഷ്യൻ്റാണ്, അതുപോലെ തന്നെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പനെ ജൂബിലി മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ കാണിക്കാൻ പോണത്. ആ സമയത്ത് അമ്മ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി നമ്മുടെ കൃപാസനം പത്രം കൊണ്ടു ചെന്ന് അവിടെയുള്ള പേഷ്യൻസിനെല്ലാം അമ്മ കൊടുക്കും. അങ്ങനെയാണ് അമ്മയുടെ വിശ്വാസം പ്രഖ്യാപിക്കാറുള്ളത്, പ്രേക്ഷിത പ്രവർത്തനം നടത്താറുള്ളത്. ഇത്രയും തന്ന മാതാവിന് 1000 നന്ദി. 126 സങ്കീർത്തനം 5-6 തിരുവചനങ്ങൾ ഇപ്രകാരം അരുളി ചെയ്യുന്നു: കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് PCOD ഉണ്ട്, വർഷങ്ങളായിട്ട് തങ്ങൾ ട്രീറ്റ്മെൻറ്റുമൊക്കെ ആയിട്ട് നടക്കുന്നു. 7 വർഷമായി തങ്ങൾക്ക് മക്കളില്ല. ആ ഒരു അവസ്ഥയിൽ പിന്നീട് ഈ മകൾക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തി, ഇനി ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ തൻ്റെ അമ്മയാണ് ആ സമയത്ത് ഉടമ്പടി എടുത്തിരുന്നത്. പിന്നീട് അമ്മ ഉടമ്പടി ധ്യാനമൊക്കെ കൂടുമ്പോൾ അമ്മ കേൾക്കുന്ന ഓരോ അതായത് അമ്മയോട് ഈ മകൾക്കൊരു കുഞ്ഞിനെ ലഭിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സ്വരമാണ് അമ്മ കേട്ടതെന്നാണ് നമ്മോട് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇന്ന് വളരെ സന്തോഷത്തോടെ തൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യം ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുകയാണ്. 7 വർഷത്തിന് ശേഷം തനിക്ക് കിട്ടിയ കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ അതോടൊപ്പം തന്നെ തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം, 59 വർഷമായിട്ട് എപ്പിലെപ്സിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മകള്, അതിൽ നിന്ന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ